നമ്മുടെ മുഖ്യമന്ത്രി എന്തൊരു നിഷ്കളങ്കനാണല്ലേ. അല്ലെങ്കിൽ ആ പാവത്തിന് എല്ലാവർക്കും കൂടി ഇങ്ങനെ ചതിക്കാൻ പറ്റുമോ? ഹൈ, അങ്ങനല്ലേ ഇപ്പൊ നമ്മുടെ അൻവറേട്ടൻ പറയണത്. ചതിച്ചതാരാ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ. ആവനാഴിയിലെ അസ്ത്രങ്ങളെടുത്ത് അൻവർ യോദ്ധാവ് പി ശശിക്കെതിരെ പിന്നെയും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. കോമ്രേഡ്സ് തറവാട്ടിൽ ഈ അടുത്ത കാലത്തൊന്നും സമാധാനം ഉണ്ടാവുന്ന തോന്നുന്നില്ല ഗൈസ്. വെടിക്കണ്ട കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടില്ല എന്നായിരുന്നല്ലോ എല്ലാവരുടെയും പരാതി. എല്ലാവരുടെയും പരാതികൾക്ക് പരിഹാരം കാണാൻ, ആരോപണങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിൽ എത്തിയിട്ടുണ്ട് മക്കളെ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്തേ മൈക്ക് പിന്നെ പ്രശ്നമാക്കിയാ? ദേ മൈക്ക് വെളച്ചിലെടുക്കണ്ടേട്ടാ. മുൻകാല ചരിത്രം അറിയാലോ. കൂടുതൽ പ്രശ്നം ഇടയ്ക്ക് കേസ് എടുക്കൂട്ടാ, പറഞ്ഞേക്കാം. എവിടെ മൈക്ക് ഓപ്പറേറ്റർ? എവിടെ? സിഎമ്മിനെ ടെൻഷൻ ആക്കേണ്ട ആളെ വിളിക്ക്. സിഎം ചിരിച്ചു നിൽക്കായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പാവം മൈക്ക് ഓപ്പറേറ്റർ ഒരു നിമിഷം കൊണ്ട് മൂപ്പരങ്ങ് ഇല്ലാണ്ടായി പോയി. എന്നാലും മൈക്കും സിഎമ്മും തമ്മിലുള്ള പ്രശ്നം എന്താ ഒരു കാലത്തും തീരാത്തത്? അത് വിട്. അപ്പോ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സിഎം ഇതാ സജ്ജമായി കഴിഞ്ഞു സുഹൃത്തുക്കളെ. ആരെ കുറിച്ചാണ് RSS ബന്ധം പറയുന്നത്? ഞങ്ങൾക്ക് RSSനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. ആർക്കാണ് RSS ബന്ധം? RSS ശാഖ തകർക്കാൻ CPMകാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖക്ക് കാവൽ നിന്നുവെന്നുമല്ലേ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്? ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് പരിശോധിക്കണം. പി പരമേശ്വരനെ അറിയില്ലേ? സംഘപരിവാറിന്റെ കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷൻ. അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം ആരായിരുന്നു തൃശ്ശൂർ നടത്തിയത്? അന്വേഷിക്കണം. RSS പ്രധാന സംഘടനയാണെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ CM ജിമാരുടെ വലങ്കയാണെന്ന് പറഞ്ഞു വരുത്തിയവരൊക്കെ എന്തിയെ? കണ്ട CM പറഞ്ഞത് കണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കാര്യത്തിൽ മാത്രമേ ആഞ്ഞടിക്കലുള്ളൂ, വേറെ ആരോപണങ്ങളിൽ ആഞ്ഞടിക്കലില്ല. ADGPക്കെതിരായ ആരോപണം, പോലീസ് സേനയ്ക്കെതിരായ ആരോപണം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മറുപടി പ്രതീക്ഷിക്കരുതിട്ടാ. അതിലൊന്നിലും ഉത്തരം പറയാൻ CMന് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. എന്റെ വളർച്ചയിൽ അസൂയമൂത്ത ഏതോരുത്തനായിരിക്കും അത് ചെയ്തത്. ADGP വിവാദത്തിൽ മുഖ്യമന്ത്രി എന്നാലും ഒന്നും മിണ്ടാത്തത് എന്താണ്? ഇത്രയും ദിവസമായില്ലേ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയിട്ട്? പൊതുപരിപാടിയിൽ പറഞ്ഞില്ലെങ്കിലും പോട്ടെ, മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ADGP വിവാദം വന്നോ? അതുമില്ല. അൻവറേട്ടന് പിന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് LDF യോഗമായിരുന്നു. എന്നാ അതിലെന്തെങ്കിലും നടപടി ഉണ്ടായോ? നെഹി. അങ്ങനെ ആർക്കും പിടികൊടുക്കാണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ചിന്താമഗ്നനായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ADGPക്കെതിരെ വിക്കറ്റ് ഒന്നും തെറിക്കാത്തത് കൊണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പാർട്ടിയിലുള്ള ഒരു പരസ്യമായി തള്ളിപ്പറയാത്തത് കൊണ്ടും അൻവറേട്ടന് ഒരു വരവ് കൂടി വരേണ്ടി വന്നു. ഈ പാർട്ടിയെ തളർത്തിയ ഈ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ നടപടികൾ, അവരുടെ ക്രിമിനലിസം, ഈ പാർട്ടിയെയും ഗവൺമെന്റിനെയും അട്ടിമറിച്ച് കളയാം എന്നുള്ള അവരുടെ പരിശ്രമം അത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഒരാളും ഒഴിവാകില്ല. ഓ, ഈ അൻവറിന് ഇത് തന്നെയാണോ പണിയെന്ന് വിചാരിക്കണ്ടാവില്ലേ? അതെ, ഇത് തന്നെയാണ് പണി. ADGPക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും പണി കൊടുക്കാണ്ട് ഇനി അൻവറേട്ടന് വിശ്രമമില്ല ഗൈസ്. ഗവൺമെന്റിനും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു സംവിധാനമായി കേരളത്തിന്റെ പോലീസിനെ നിലനിർത്താൻ പാർട്ടി ഉത്തരവാദിത്തപ്പെടുത്തിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല. അയ്യോ, അങ്ങനൊന്നും പറഞ്ഞൂടാ. പി ശശി എന്ന് പറഞ്ഞ ആരാ? ഇത്രയും നന്മ നിറഞ്ഞൊരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ കാണൂലെന്നല്ലേ പല കോമ്രേഡ്സും പറയണത്. അതുകൊണ്ടല്ലേ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും പി ശശിയുടെ രോമത്തിൽ പോലും ആർക്കും തൊടാൻ പറ്റാത്തത്? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയായവന്. നിങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ നെഞ്ചത്തേക്ക് ഇത് തിരിച്ചിട്ട് കാര്യമില്ല. ഇത് പാർട്ടി തിരിച്ചു. ഇതെല്ലാം ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആ മറക്കപ്പുറത്തേക്ക് പോകുന്നില്ല. എല്ലാ ആരോപണങ്ങളും വിവാദങ്ങളും കേസും കൂട്ടുമൊക്കെ പി ശശി എന്നുള്ള പേര് വരുമ്പോ അവിടെ സ്റ്റക്കായി പോവാണെന്നാണ് അൻവറേട്ടൻ പറയുന്നത്. പാർട്ടിയിൽ ഒരു MLA ഇത്രയും ശക്തിയുക്തമായ ആരോപണം ഉന്നയിച്ചിട്ടും നിങ്ങൾക്ക് ആർക്കും എന്തൊരു ചൂടില്ലാത്ത? അൻവർ എഴുതി കൊടുത്ത രേഖാമൂലം സമർപ്പിച്ചിട്ടുള്ള ഒരു പരാതി ഗവൺമെന്റിന് മുമ്പിലുണ്ട്. അതിൽ ആ ശശിന്റെ പേരില്ല.
പിന്നെ ശശീന്റെ പേരിൽ ആരോപണം എന്ന് പറഞ്ഞതിൽ എന്താ അടിസ്ഥാനം? ആയി ശരി, അപ്പൊ അൻവറേട്ടനെ എഴുതി തരാത്തതായിരുന്നു നിങ്ങളുടെയൊക്കെ പ്രശ്നം. വിഷമിക്കണ്ടാട്ടാ, അതിനും പരിഹാരമുണ്ട്. LDF നേതാവ് സഖാവ് TP ഒക്കെ പറഞ്ഞല്ലോ, അൻവർ എഴുതി തന്നിട്ടില്ല. ഞാൻ എഴുതി കൊടുത്തിട്ടില്ല, ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അത് കൃത്യമായി എഴുതി കൊടുക്കും. എന്നിട്ട് പാർട്ടി പഠിച്ചാൽ തീരുമാനം എടുക്കട്ടെ. ഇപ്പൊ സന്തോഷായ? എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. RSSന്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടി എടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു 3-4 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ്. ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എൻ്റെ അന്വേഷണത്തിൽ ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. പൂഴ്ത്തിയതാരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായും പരിശോധിക്കുകയാണ്. അജിത് കുമാറിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ട് വിശ്വസിച്ചു. അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിൽ കുലുങ്ങൂല. അത് അദ്ദേഹത്തിന്റെ പ്രകൃതമാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. അല്ല അൻവറേട്ട, അവിടെ ഒരു സംശയമുണ്ട്. RSS ADGP കൂടിക്കാഴ്ച പ്രതിപാദിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് P ശശി പൂഴ്ത്തി. പോലീസിലെ പലരും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ നോക്കി. ആശ്രമം കത്തിക്കൽ കേസടക്കം പല കാര്യത്തിലും പോലീസ് സർക്കാരിന് പാരവണതു. P ശശി അതിനെല്ലാം ഒത്താശ ചെയ്തു. ഇങ്ങനെ നമ്മളെല്ലാവരും ഞെട്ടിപ്പോണ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ പറ്റാഞ്ഞത് എന്താണ്? പിഞ്ചു കുഞ്ഞാണല്ലേ, അങ്ങനെ വിചാരിക്കണായിരിക്കും നമ്മള്. അല്ല, പാർട്ടിക്ക് നല്ല ക്ഷീണം വന്നിട്ടുണ്ടല്ലോ. താഴെക്കടയിൽ ക്ഷീണം വന്നില്ല എന്ന് ഞാൻ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അൻവറേട്ടൻ ഘോരഘോരം പ്രസംഗിച്ചിട്ടും പാർട്ടി മൈൻഡാക്കണില്ല. ADGPക്കെതിരാണെങ്കിൽ ഒരു നടപടി എടുക്കണില്ല. മുഖ്യമന്ത്രി ആണെങ്കിൽ സ്നേഹിച്ച എല്ലാവരാലും ചതിക്കപ്പെട്ട ഒരു നിഷ്കുവിനെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് മാത്രം ഇപ്പോഴൊന്നും മനസ്സിലാവാത്തത് എന്താണ്? എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.